മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗ് അംഗം ടി.പി. ഹാരിസിന്റെ നിക്ഷേപ തട്ടിപ്പ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ടി.പി. ഹാരിസ് ഒന്നാം പ്രതിയും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ്. ബിജു രണ്ടാം പ്രതിയുമാണ്. മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി. അലവിക്കാണ് അന്വേഷണ ചുമതല. വിപിൻ സി. വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിവരങ്ങൾ. ജില്ലാ പഞ്ചായത്തിലെ നിക്ഷേപ തട്ടിപ്പ് രാഷ്ട്രീയ വിവാദം കൂടിയായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി. അലവിക്കായിരിക്കും ഇതിന്റെ അന്വേഷണ ചുമതല ഉണ്ടാവുക. അപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് അംഗമായിട്ടുള്ള ടി.പി. ഹാരിസ് ഇവിടുത്തെ വിവിധ പദ്ധതികളിൽ അതിന്റെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുകൊണ്ട് പണം സമാഹരിച്ചു എന്നുള്ളതാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവമുള്ളത്. ഏകദേശം 25 കോടിയോളം രൂപ നിക്ഷേപമായിട്ട് സ്വീകരിച്ച് ലാഭവിഹിതം വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. കൂടുതലായിട്ടും മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ നിന്നാണ് ഇത്തരത്തിൽ പണം സ്വരൂപിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ പദ്ധതികൾക്കുമായി ഒരു ഫണ്ട് വാങ്ങുക, അതിൽ നിന്ന് ഓരോ കരാറുകൾ ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു കമ്പനിയായി തന്നെ രൂപീകരിച്ചുകൊണ്ട് അതിൽ നിന്നൊരു ലാഭവിഹിതം കൊടുക്കുക എന്നുള്ള നിലയ്ക്കൊക്കെയാണ് ഇതിന്റെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ പുറത്തു വരുന്ന വിവരങ്ങളുള്ളത്. ഇതിലപ്പോൾ ഒരു സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് CPM രംഗത്ത് വന്നിരുന്നു. ഒപ്പം തന്നെ ഇത് കൂടുതൽ വലിയൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നൊക്കെ ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്ന ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ടി.പി. ഹാരിസ് ഇപ്പോൾ റിമാൻഡിലാണ്. ഈ ഒരു കേസ് വന്ന ഉടൻ തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതിനുശേഷം ഇയാൾ വിദേശത്തേക്ക് കടന്നിരുന്നു. മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിന് വേണ്ടി മുംബൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ടി.പി. ഹാരിസിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മലപ്പുറത്ത് എത്തിക്കുകയുമായിരുന്നു. അപ്പോൾ കൂടുതൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് CPMന്റെ ആരോപണമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം മുതൽ തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു തുടങ്ങും. വലിയ ഒരു തട്ടിപ്പ് ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്, ഇതിന്റെ രണ്ടാമത്തെ പ്രതിയായിട്ടുള്ളത് ഇവിടുത്തെ അതായത് ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള എസ്. ബിജു ആണ്. പക്ഷേ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നതിനോട് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമായിട്ട് തന്നെ ഈ വിഷയങ്ങൾ ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ശരി, വിപിൻ സി. വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.